Audio Jungle. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വെള്ളരിക്ക പച്ചടിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരിക്ക പച്ചടി വേഗം തയ്യാറാക്കാൻ പറ്റും. അതിനുവേണ്ടി ആദ്യം വേണ്ടത് കുറച്ച് വെള്ളരിക്കയാണ്. അത് ചെറിയ പീസുകളാക്കി എടുക്കുക. അത് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് തേങ്ങയാണ്. തേങ്ങയും കടുകും പച്ചമുളകും ചേർത്താണ് ഇത് അരയ്ക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ കടുക് ഇതിലോട്ട് ചേർക്കുന്നില്ല, കുറച്ചെടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ട്. കടുക് നമ്മൾ ഇതിലോട്ട് ചേർത്ത് അരയ്ക്കുമ്പോൾ ഇത് കയ്പ്പ് രസം വരും, അതുകൊണ്ടാണ് അത് മാറ്റി വെച്ചത്. പിന്നെ വേണ്ടത് 1 കപ്പ് തൈരാണ്. അപ്പോൾ ഇനി ആദ്യം നമുക്ക് വെള്ളരിക്ക ഒന്ന് വേവിച്ചെടുക്കാം. 1 ബൗൾ വെള്ളവും കൂടെ ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് കുക്കറിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാവുന്നതാണ്. ഞാൻ കുറച്ചുള്ളത് കൊണ്ട് ഇത് ഒരു പാനിലാണ് വേവിച്ചെടുക്കുന്നത്. വെള്ളരിക്കയിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം വരും, അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ കുറച്ച് 1 ബൗൾ വെള്ളം ചേർത്ത് കൊടുത്തത്. ഈ സമയം വെള്ളരിക്ക വേകുന്ന സമയം നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാറിലോട്ട് തേങ്ങയും പച്ചമുളകും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇതുപോലെ അരച്ചെടുക്കുക. വെള്ളരിക്ക എന്തായെന്ന് നോക്കാം. വെള്ളരിക്ക നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. വെള്ളം കുറച്ച് കിടന്നാലും കുഴപ്പമില്ല. ഇതിപ്പോൾ നല്ലതുപോലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അരച്ചു വെച്ച തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. തേങ്ങയുടെ കൂട്ടൊക്കെ ചേർത്തതിന് ശേഷം തേങ്ങയുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടി ഒരു മീഡിയം ഫ്ലെയിമിൽ കുറച്ച് സമയം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കടുക് 1/2 ടേബിൾ സ്പൂൺ അത് ചേർത്ത് കൊടുക്കുക. ഇത് നല്ലതുപോലെ ആയിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഉള്ളത് വറ്റിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ഏതാണ്ട് ഒന്ന് കുറച്ച് കുറുകി കിട്ടിയിട്ടുണ്ട്. തേങ്ങ കൂട്ടിലുണ്ടായിരുന്ന കുറച്ച് വെള്ളമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇത് കൂടുതൽ വെള്ളം പോലെ ആകരുത്, അത് നല്ല ടേസ്റ്റ് കുറവായിരിക്കും. പിന്നെ നമ്മൾ തൈര് മിക്സിയിലിട്ടൊന്ന് അടിച്ച് വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം മാത്രമേ ഇത് ചേർത്ത് കൊടുക്കാവൂ. ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. തൈര് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം പുളിപ്പില്ലാത്ത തൈര് ഇതിൽ ചേർക്കുന്നതാണ് നല്ലത്. നമ്മൾ സാധാരണ പച്ചടിക്കൊക്കെ പുളിപ്പ് കുറഞ്ഞ തൈരാണ് എടുക്കുന്നത്. പുളിശ്ശേരി പോലുള്ളതിനാണ് പുളിപ്പ് കൂടിയ തൈര് എടുക്കുന്നത്. അപ്പോൾ ഏതാണ്ട് നമ്മുടെ പച്ചടി തയ്യാറായിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇതിനെ ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. കടുക് താളിച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കടുക് താളിക്കാൻ വേണ്ടി ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഇതുപോലുള്ളത് താളിക്കാൻ വേണ്ടി വെളിച്ചെണ്ണ തന്നെ എടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് വറ്റൽമുളക്, കറിവേപ്പില ഇത് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമ്മുടെ വെള്ളരിക്ക പച്ചടിയിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരിക്ക പച്ചടി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ഓണാക്കി ഇടുക. പുതുതായി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനാണ് അത് ചെയ്യുന്നത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.